ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിച്ചേക്കും. 18ാം പടിയിൽ പരിചയസമ്പന്നരായ കൂടുതൽ പോലീസുകാരെയും നിയോഗിക്കും. സന്നിധാനത്തേക്ക് കാനനപാതയായ പുല്ലുമേട് വഴി എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഫയർഫോഴ്സും വനംവകുപ്പ് ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ശബരിമലയിലെ ഭക്തജന തിരക്ക് അതിപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ദർശനം സുഗമമാക്കാൻ സാധിക്കുന്നുണ്ട് ഭക്തർക്ക്. എന്തൊക്കെയാണ് പുതിയ നിയന്ത്രണങ്ങൾ? ഒപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ പുലർത്തുന്നത്? ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇന്ന് ഒരു പ്രത്യേകതയായി സംഭവിക്കാൻ പോകുന്നത് 1 മിനിറ്റിൽ ഈ 18ാം പടി ചവിട്ടി കയറുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പോലീസ് സ്വാമിമാർ നടത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 1 മിനിറ്റിൽ 85 ഈ 18ാം പടി ചവിട്ടി കയറുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനമുള്ളത്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്നു. 3 മണിക്കും 4 മണിക്കും ഇടയിൽ 1 മണിക്കൂർ സമയം 3801 ഭക്തർ ഈ 18ാം പടി ചവിട്ടി. 4 മണിക്കും 5 മണിക്കും ഇടയിലുള്ള 1 മണിക്കൂർ സമയം 3612 പേരാണ് ദർശനം നടത്തിയത്. 5 മണിക്കും 6 മണിക്കും ഇടയിൽ 3429 പേരും ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരാശരി 1 മിനിറ്റിൽ 63 പേരാണ് 18ാം പടി ചവിട്ടി കയറുന്നത്. ഈ 63 എന്നുള്ളത് പരമാവധി അതിൻ്റെ എണ്ണം 85 ആക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു ശ്രമം. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്ക് പ്രകാരം 77,005 പേർ ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പൊതുവെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 18ാം പടിക്ക് താഴെയുള്ള ദൃശ്യം കൂടി കാണാം. തിരക്ക് തീരെ കുറവാണ്. തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയം തന്നെയാണ്. കഴിഞ്ഞ ഒരു ദിവസത്തെ വലിയ തിരക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് തീരെ കുറവാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. അത് വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ അതിനുശേഷം ഈ ആഴിയുടെ ഭാഗത്തുമൊക്കെ നിയന്ത്രിച്ച് തന്നെയാണ് ഭക്തരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഇന്നലെ മുതൽ സന്നിധാനത്തുണ്ട്. അവരെ 13 കേന്ദ്രങ്ങളിലായി 13 സ്പോട്ടുകളിലായി അവരെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ 18ാം പടിക്ക് താഴെ ഭക്തർ കാത്തു നിൽക്കുന്ന ദൃശ്യം കൂടി കാണാം. അവിടെയും തിരക്ക് തീരെ കുറവാണ്. ഇനി ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഭാഗത്തും തിരക്ക് തീരെ കുറവാണ്. ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു കൂടി നാം നോക്കുകയാണെങ്കിൽ അവിടെയും തിരക്ക് തീരെ കുറവാണ് എന്ന് തന്നെ പറയാം. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി നിജപ്പെടുത്തിയതിലൂടെയാണ് തിരക്ക് വലിയ തോതിൽ നിയന്ത്രിക്കുന്നതിനായിട്ട് ദേവസ്വം ബോർഡിനൊപ്പം തന്നെ പോലീസിനുമൊക്കെ കഴിഞ്ഞത്. നേരത്തെ 20,000 പേർക്ക് വരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം അനുവദിച്ചിരുന്നു. അത് ആ വലിയ തിരക്ക് കണ്ടുകൊണ്ട് അതിൻ്റെ എണ്ണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 5000 ആക്കി ചുരുക്കിയിരുന്നു. ഇന്നലെ പമ്പയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തത് ഈ സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചത് അത് പല തീർത്ഥാടകർക്കും അവസരമില്ലാതാക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ ധാരാളം ഭക്തർ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് ദർശനത്തിനെത്താൻ നിലയ്ക്കൽ ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ 5000 എന്നുള്ളൊരു പരിധി വെച്ചതുകൊണ്ട് പല ആളുകൾക്കും പല ഭക്തർക്കും ദർശനം നടത്താൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്നലെ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഈ 5000 എന്നുള്ളത് ഇപ്പോൾ ഹൈക്കോടതി തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം. അതായത് ഓരോ ദിവസത്തെയും തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന് തീരുമാനിക്കാം 5000 അതിൽ കൂടുതലോ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് ഏതായാലും സ്ഥിതിഗതികൾ രാവിലെ വിലയിരുത്തും. തിരക്ക് കുറവാണെങ്കിൽ ഒരു പക്ഷേ 5000 കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇന്ന് മലകയറ്റം എങ്ങനെയുണ്ടായിരുന്നു? എത്ര സമയം എടുത്തു? അധികം എടുത്തില്ല, സിമ്പിളായിട്ട് പോകുന്നു. മഴ പ്രശ്നമാണോ? ഇല്ല, കുഴപ്പമില്ല. എത്ര മണിക്കൂർ എടുത്തു ഇവിടെ വരാൻ? ഞങ്ങള് വേറെ വഴി വന്നത്, ഞങ്ങള് പുൽമേട് വഴി വന്നത്. പുല്ലുമേട് വഴി വന്നപ്പം എങ്ങനെയുണ്ട്? കാനന്റെ പാത എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇച്ചിരി വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. നല്ല വഴുക്കല, മഴയായിരുന്നേ.